ഒരു കാലത്ത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് വരദയും ജിഷിനും. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് വരദയും ജിഷിനും വേർപിരിഞ്ഞത്. വരദയുമായി വേർപിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ജിഷിൻ ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല. ജിഷിൻ വരദയെ ഒരുപാട് ഉപദ്രവിക്കുമെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചുകൊണ്ട് ജിഷിൻ എത്തിയിട്ടുമില്ല. ഇതോടുകൂടി ഈ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാറുമുണ്ടായിരുന്നു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായ വരദയും ജിഷിനും വേർപിരിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും ചെയ്തു. എന്നാൽ വരദയോ ജിഷിനോ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഇതുവരെ എത്തിയിട്ടുമില്ല. ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു എന്നാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തത്. ഇപ്പോഴത്തെ ജിഷിൻ ബിഗ് ബോസ് സീസൺ 7-ൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയിരിക്കുകയാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജിഷിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട താരമായി കഴിഞ്ഞു. അങ്ങനെ ലൈഫ് സ്റ്റോറിയൊക്കെ നൽകുന്ന ടാസ്ക് ബിഗ് ബോസ് നൽകിയിരുന്നു. ആ ടാസ്കിൽ നമ്മുടെ ജിഷിൻ മനസ്സ് തുറക്കുകയാണ്. ആ സമയത്ത് പ്രേക്ഷകരെല്ലാവരും കരുതിയത് ജിഷിൻ വരദയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ്. എന്നാൽ ജിഷിൻ വരദയുമായി ബന്ധത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. പകരം താൻ അത്ര നല്ല ആളൊന്നുമല്ല, ഒരുപാട് തെറ്റുകൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു താൻ പോയിരുന്നതെന്നും ജിഷിൻ പറയുന്നു. ആ സമയത്തെല്ലാം ജിഷിന് കൂട്ടായി നിന്നത് അമയെയാണ്. അമയെയാണ് ജിഷിനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയത്. ഒരു സമയത്ത് തകർന്നു പോയപ്പോൾ അമ്മയെ മാത്രമായിരുന്നു കൂട്ടിന്. അങ്ങനെയാണ് സൗഹൃദം വളർന്നു വലുതായി പ്രണയത്തിലെത്തിയത്. പിന്നീട് ഇരുവരും വിവാഹിതരായേക്കാമെന്ന തീരുമാനത്തിനുമെത്തി. ജിഷിൻ തകർന്നു പോയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. തകർന്നു പോയ അവസ്ഥയിലായിരുന്നു ജിഷിൻ അന്ന് ജീവിച്ചിരുന്നത്. മനസ്സൊരുക്കി ജീവിച്ച ആ സമയത്ത് അമ്മയെയായിരുന്നു ഏക ആശ്വാസം. അമ്മയെ നൽകിയ താങ്ങിലൂടെയായിരുന്നു ജിഷിൻ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ജിഷിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമൊന്നും അത്ര നല്ല മനുഷ്യനായിരുന്നില്ല. എന്നെ മാറ്റിയെടുത്തത് അമ്മയെയാണ്. ഇന്ന് ഞാൻ ആരോട് വേണമെങ്കിലും പറയും ഞാൻ നല്ല മനുഷ്യനാണെന്ന്. അവളാണ് എന്നെ മാറ്റിയെടുത്തത് എന്നാണ് ജിഷിൻ പറയുന്നത്. ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞ സമയത്തായിരുന്നു ജിഷിൻ്റെ ചേട്ടൻ മരണപ്പെട്ടത്. രണ്ടും കൂടി ആയപ്പോൾ ജിഷിൻ വല്ലാതെ തളർന്നു പോവുകയായിരുന്നു. ആ സമയത്ത് തന്നെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു ചിന്ത മുഴുവൻ. ആ സമയത്താണ് അമ്മയെ ജീവിതത്തിലേക്ക് എത്തിയത്. ഭാര്യയുമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ടപ്പോൾ അതല്ലായിരുന്നു സ്ഥിതി. താനും വരദയുമായി വേർപിരിഞ്ഞതിന് ശേഷം പലരും തന്നെ വിട്ടു പോയി എന്നാണ് ജിഷിൻ പറയുന്നത്. ഇപ്പോൾ അമ്മയുടെ കൂടെ വളരെ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ജിഷിൻ. ബിഗ് ബോസ് സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ജിഷിൻ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ ജിഷിന് സാധിച്ചു. സോഷ്യൽ മീഡിയ സജീവമായ ജിഷിൻ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ ജിഷിൻ്റെ വാർത്തകൾ തന്നെയാണ് ആരാധകരെ ഏറ്റെടുക്കുന്നതും.